ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട് ഈ രാത്രിയിൽ എങ്ങോട്ടാണ് ഈ വലിയേട്ടൻ എന്നെ എടുത്തുകൊണ്ട് ഈ പതുക്കെ പതുക്കെ നടന്നു പോണേന്ന്. അതേ ഗൈസ്, കുറേ കാലമായിട്ട് ഞാൻ ഈ അപ്പയോടും അമ്മയോടൊക്കെ പറയുന്ന ഒന്ന് പാർക്കിപ്പോട്ടെ. കണ്ടോ ഇത് ഞങ്ങൾ ഈ രാത്രിക്ക് പാർക്കിൽ വരെ ഒന്ന് വന്നതാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ 5-6 മാസമായിട്ട് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞെങ്കിലും അപ്പയ്ക്ക് സമയമില്ലെന്ന് പറഞ്ഞ് കൊണ്ടുപോയില്ല. അങ്ങനെ പാർക്കിൽ പോകാനുണ്ടിട്ട് ഇപ്പം ഇതിലൊക്കെ കയറുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ഈ എങ്ങാനും ഒരു താഴെ വീണാലാന്ന് ഓർത്തുകൊണ്ട് എനിക്ക് ആദ്യം നല്ല പേടിയായിരുന്നു അതിലൊക്കെ കയറാൻ. പിന്നെ വലിയേട്ടൻ മടിയിലിരിക്കുക അമ്മ ഞങ്ങൾ കൊണ്ടുപോയപ്പോൾ നല്ല രസമൊക്കെ തോന്നി. ആദ്യം എന്നെ തന്നെ ഇട്ടില്ലെന്നേ, പക്ഷെ എനിക്ക് പേടി കാരണം ഇറങ്ങാൻ പറ്റില്ല ഗൈസ്. ഞാൻ കുഞ്ഞല്ലേ. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഇഷ്ടമായിട്ടോ. കാര്യം പാർക്കിൽ പോകാൻ എനിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കിപ്പോൾ ഹൈൻ്റെ ഉള്ളത് വെച്ചിട്ട് താഴോട്ട് നോക്കുമ്പോൾ തല ഇറങ്ങും, എന്താണെന്ന് അറിയത്തില്ല. പിന്നെ വലിയേട്ടൻ പറഞ്ഞു ഊഞ്ഞാലാടാന്ന്. അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാലാടാൻ കയറിയിരുന്നെങ്കിലും അവിടെ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വലിയേട്ടൻ പറഞ്ഞു പതുക്കെ ആട്ടാന്ന് വലിയേട്ടൻ പറഞ്ഞത് ഞാൻ വിചാരിച്ച് ഞാനവിടെ ഇരുന്നു. എന്നാലും കഴിഞ്ഞു പറ്റില്ല, മുറുക്ക പിടിച്ചു. എങ്ങാനും താഴെ പോവോന്നോർത്തു. അപ്പോൾ ഇതാ കുറേ കഴിഞ്ഞ് നിന്നിട്ട് അപ്പ വന്നെത്തിക്കണം കണ്ടോ. രാത്രിയായി അപ്പോൾ ഒന്ന് ആറായപ്പോഴാണ് പോയത്. അങ്ങനെ പോകാമെന്ന് ഈ പാർക്കിൽ ആരും ഉണ്ടാവില്ല കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ ഇതാ നോക്കിയ വലിയേട്ടൻ തൂങ്ങിക്കിടക്കണുണ്ടോ. ഞാൻ വിചാരിച്ചു ആദ്യം വല്ല കുരങ്ങുവാണോന്നോ. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് വലിയേട്ടനാന്ന് മനസ്സിലായിരുന്നു. അങ്ങനെ വലിയേട്ടന് കുഞ്ഞേട്ടനൊക്കെ എന്നെ ഇട്ടിട്ട് ഓടി പോയി കളിക്കാൻ. ഇത്ര മേധാവത് എന്നെ കളിച്ചല്ലേ. അപ്പയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ അപ്പനെ ഏൽപ്പിച്ചിട്ട് വലിയേട്ടനും മുന്നിട്ടുകൊണ്ട് തന്നെ കളിക്കാൻ പോയതാ. കണ്ടാ ഞാൻ വിടുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് എനിക്കും തന്നെ കളിക്കണമെന്ന് തോന്നി. ഇത്രയും നേരം വലിയേട്ടൻ്റെ മടിയിലിരുന്ന് ഓടുന്നെറിഞ്ഞ് എനിക്കൊരു ധൈര്യം കിട്ടി. ദാണ്ട ഞാൻ പോണണ്ട. അങ്ങനെയുണ്ട് കൊള്ളാവാ. പിന്നെ എനിക്കൊരു ധൈര്യമായിരുന്നു ഗൈസ്. ഞാൻ അതേപോലെ എല്ലാം ചാടി ഇറങ്ങി ഓടി. എന്നെ രസാണെന്നറിയാമോ. കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് കിളി പോയിരിക്കുകയായിരുന്നു. കുറേ നാൾ കൂടിയിട്ട് വന്നതല്ലേ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഞാനങ്ങ് ഉഷാറായില്ലേ. പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടുമോ. ഞാൻ ഓട്ടം. ആദ്യത്തെ എനിക്ക് വലിയ പൊക്കത്ത് തെറ്റിട്ട് താഴോട്ട് നോക്കുമ്പോൾ തല ഇറങ്ങണമെന്തോന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തന്നെ ഇറങ്ങാണ്ടിരുന്നത്. ഇപ്പം നോക്കിയത് ഞാൻ കണ്ടോന്നല്ലേ ഷൂന്നും പറഞ്ഞു പോണത്. എങ്ങനെയുണ്ട് കൊള്ളാവോ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം എന്നെ ആരും എൻ്റെ വീഡിയോ ഒന്നും കാണാറില്ലെന്ന് അമ്മ പറഞ്ഞിട്ട് ശരിയാണോ? കാണാറില്ലേ? എന്നാലും കാണട്ടോ. കാണുകയാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കണ്ടോ അതേ വലിയേട്ട ഷൂന്നും പറഞ്ഞ് എന്നെ പുറകെ ഓടി വന്നതാ. ഞാൻ എല്ലാവരും പറ്റിച്ചിട്ട് വീണ്ടും പോയി ഗൈസ്. അങ്ങനെ ഓടി ഓരോരുത്തരുടെ കയറി സത്യം പറഞ്ഞേ ഞാൻ തലകുത്തി വീണു കേട്ടോ. എന്നാലും ചമ്മാൻ പറ്റും. എന്നിട്ട് അവിടുന്ന് ഓടി അവിടുന്ന് രക്ഷവിട്ട് അടുത്ത സ്ഥലത്ത് കയറുകയാണ് കേട്ടോ. ഞാനിങ്ങനെ ഓടിയെടുക്കുമ്പോൾ അമ്മക്കൊരു പേടിയുണ്ടായിരുന്നു. അമ്മ എൻ്റെ പുറകെ വരുന്നുണ്ട്. ഇനി എവിടെയെങ്ങാനും തലകുത്തി വീണാലോന്നോർത്ത് അങ്ങനെ അമ്മ പേടിച്ച പോലെ തന്നെ സംഭവിച്ചു ഗൈസ്. ഞാൻ അവിടുന്ന് എടുത്ത് ചാടി അടുത്ത സ്ഥലത്തേക്ക് കുഞ്ഞാറ്റിനെ കണ്ടുകൊണ്ട് വേഗം പോലെ ദാ കിടക്കും. തരരുത് തോന്നും പറഞ്ഞ് നേരത്തെ ഞാൻ ആരാമോളം നിങ്ങളതൊന്നും മൈൻഡാക്കിയില്ല. കൈയും കുത്തി കളഞ്ഞിട്ട് പൊടിയും തട്ടി എന്നിട്ട് അടുത്ത സ്ഥലത്ത് കയറാൻ ഓടി. കാരണം വല്ലപ്പോഴൊക്കെ അല്ലേ കിട്ടുള്ളൂ. പിന്നെ കരയാന്ന് വിചാരിച്ചു. വീണെങ്കിൽ സാരമില്ലാന്ന് വിചാരിച്ചു ഓടി ഞാൻ വീണ്ടും അതേ കയറി. പിന്നെ രാത്രി ആയതുണ്ടല്ലോ ഈ പാർക്കിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഗൈസ്. നല്ല സൂപ്പറായിരുന്നു. അങ്ങക്ക് പാർക്ക് 10 മണി വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 9-9:30 ആയപ്പോഴത്തേന് എല്ലാവരും പോയി. ബാക്കി അരമണിക്കൂർ ഞാൻ ഇങ്ങോട്ട് തകർത്തു ഗൈസ്. ആരും ഇല്ലാണ്ട് ഓടി നിൽക്കും. വലിയ രസമായിരുന്നു ഗൈസ്. നിങ്ങളിങ്ങനെ രാത്രി പാർക്കിൽ പോകാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. രാത്രി പാർക്കിൽ പോകേണ്ട ചൂടില്ല, പക്ഷെ അപ്പോൾ കൊതുക് അടിച്ചു ഗൈസ്. അപ്പോൾ കൊതുകുണ്ടായിരുന്നു. എന്നാലും സാരമില്ല, വല്ലപ്പോഴല്ലേ പോകാൻ കിട്ടുന്ന അവസരം എന്ന് വിചാരിച്ചുകൊണ്ട് പോയത്. ഈ ഉറുമ്പിൻ്റെ അകത്തോടെ കയറി വന്നപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. അടുത്തേക്ക് ഞാൻ സ്റ്റക്കായിപ്പോയി. കുറേ നേരം കാണാത്തന്നെ അമ്മ പേടിച്ചു. പിന്നെ വലിയേട്ടൻ പുറകുണ്ടാകുന്നത് രക്ഷപ്പെട്ടു കേട്ടോ. കുറേ നേരം നോക്കുന്നപ്പോൾ ഞാൻ ചാടി ഉണ്ട്. അങ്ങനെ ചാടി പിടിച്ച് എന്നിട്ട് പലപ്പോഴും പറഞ്ഞതാ തല അവിടെ വീണ്ടും പിടിച്ചു. എന്നാലും കുഴപ്പമില്ല. പക്ഷെ പാവൻ്റെ വലിയേറ്റം പറഞ്ഞ് തൂത്ത് തരാമെന്ന്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് ഓടിയത് പെട്ടെന്ന്. ഞാനും അപ്പോൾ പറയാനും വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ കളിക്കാൻ നേരം കിട്ടില്ലല്ലോ. കാരണം അപ്പോൾ ജോലി കഴിക്കുന്ന് മടുത്താ ഒന്ന് വന്നില്ല. ഞായറാഴ്ചയായിരുന്നാലും ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ പോയെന്നേ. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ലീവായിരുന്നു. അതുകൊണ്ട് ഞായറാഴ്ച ജോലിക്ക് പോയി. അപ്പോൾ അത് കൊണ്ടാണ് ഞങ്ങൾ നടന്ന് പാർക്കി വന്നപ്പോൾ മനസ്സിലായി എല്ലാവർക്കും. അങ്ങനെ എൻ്റെ പുറകെ ഓടി വലിയേട്ടൻ ക്ഷീണിച്ചൂടെ കിടക്കുകയാണ് ഗൈസ്. പക്ഷെ ഞാൻ വിടുമോ? എനിക്കൊന്നും എഴുതാൻ പറ്റില്ല. ഞാൻ എക്സസൈസ് ലക്ഷ്യമാക്കി വീണ്ടും ഓടി ഗൈസ്. എല്ലാവരും ഇട്ട് ഓടിച്ച് ഞാൻ അവരൊരു പരമാക്കി ഗൈസ്. നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഇതേക്കൂടെ ഇങ്ങനെ കയറിപ്പോന്ന് അറിയാവോ? ആരെങ്കിൽ പറയാം. ഞാനിങ്ങനെയൊക്കെ കയറിപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
പിന്നെ അങ്ങനെ കളിച്ച് മടുത്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞേട്ടനെ കാണുന്നില്ല അല്ലേ? കുഞ്ഞേട്ടൻ കുറച്ച് നേരം കളിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞേട്ടന് വയ്യാണ്ടായി. അവിടെ ഛർദ്ദിക്കുകയോ എന്താണ്ടൊക്കെ ചെയ്തു എന്നൊക്കെ അമ്മ പറഞ്ഞു കേട്ടു. അങ്ങനെ കുഞ്ഞേട്ടനും പറ്റിയാലോ അമ്മ എന്നാ പിന്നെ ഇനിയിപ്പോൾ കുട്ടികളൊക്കെ വെച്ചിട്ട് കയറാനും പറ്റില്ല. അങ്ങനെ എല്ലാവരും കൊണ്ട് കടയിൽ കയറുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനതൊന്നും കഴിച്ചില്ല കേട്ടോ. വയറുവേദന അമ്മ പറഞ്ഞിട്ട് എന്താ സീരിയൽസോടെയൊക്കെ കൊടുക്കുന്ന കുഞ്ഞേട്ടനാണ് കേട്ടോ ഈ കാണുന്നത്. എന്നാലും ഇന്നും വലിയേട്ടൻ എന്താ കഴിക്കണം നോക്കാമെന്ന് പറഞ്ഞ് ഞാനവിടെ ചെന്ന് നോക്കിയതിനൊക്കെ തീർന്നു. പക്ഷേ എനിക്ക് വേണമെന്ന് ചോദിച്ചിട്ടില്ല. എനിക്കൊന്നും ഇഷ്ടപ്പെടാത്തത് ഞാൻ കഴിച്ചില്ല. അങ്ങനെ എന്താണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച നമ്മൾ അടിച്ച് പൊളിച്ചു കിട്ടും. ഞങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ട് പറയണേ.